പുതുവൽ മാരൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലുണ്ടായ തീപിടുത്തത്തിൽ 25,000-ഓളം രൂപയുടെ നഷ്ടം. സ്കൂൾ ലൈബ്രറിയിലാണ് തീപിടുത്തമുണ്ടായത്. ലൈബ്രറിയിലെ പുസ്തകങ്ങളും അലമാരയും അഗ്നിക്കിരയായി. ഇലക്ട്രോണിക് ഉപകരണങ്ങളും കത്തിനശിച്ചു. രാവിലെ 6:30ഓടെ സ്കൂളിൽ നിന്ന് പുക ഉയരുന്നത് കണ്ട പരിസരവാസികൾ സ്കൂൾ അധികൃതരെയും പഞ്ചായത്ത് പ്രസിഡന്റിനെയും വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് അടൂരിൽ നിന്നും അഗ്നിശമന സേന എത്തി തീയണച്ചു. അഗ്നിശമന സേനാംഗങ്ങളുടെയും നാട്ടുകാരുടെയും സമയോചിതമായ ഇടപെടൽ മൂലം വൻ ദുരന്തമാണ് ഒഴിവായത്. അതിവേഗം തീയണച്ചതിനാൽ ലൈബ്രറിയുടെ സമീപമുള്ള ഓഫീസിലേക്ക് തീ പടർന്നില്ല. ഇല്ലെങ്കിൽ ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന വിലപ്പെട്ട രേഖകൾ കത്തിനശിക്കുമായിരുന്നുവെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. 7 മണിയോടുകൂടിയാണ് പരിസരവാസികളാണ് വിളിച്ചറിയിക്കുന്നത്. സ്കൂളിൽ ഒരു പുക ആണെങ്കിൽ അത്രയും പെട്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ചുറ്റുപാട് ഉള്ളവരെ അടക്കം ഇവിടെ വരികയും തീയണയ്ക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുകയും ചെയ്ത് ഞങ്ങൾ വന്നപ്പോഴേക്കും ഫയർഫോഴ്സും എത്തി. അതിനുമുമ്പ് തന്നെ ചുറ്റുപാട് സമീപവാസികളും രക്ഷകർത്താക്കളും കൂടിക്കൂടി തീയണച്ചു. കാര്യമായ നാശനഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല. തൊട്ടടുത്തിരുന്ന ഒരു പഴയ തടിയലമാര ഉണ്ടായിരുന്നു. അത് കുറെ പുസ്തകങ്ങള് ഇന്നലെ രാത്രിയിലുണ്ട ഇടിമിന്നലായിരിക്കാം. മെയിൻ സ്വിച്ച് ഒക്കെ ഓഫ് ആയിരുന്നു. എല്ലാ സർക്യൂട്ടുകളും ഓഫ് ചെയ്തിരുന്നു. പിന്നെ കേടായ ഒരു ഫാനുണ്ടായിരുന്നു. അതൊന്നായിരിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. ആ ഫാനാണ് കത്തിയത്. ചുറ്റുപാടും അലമാരകളെ പിന്നെ ഇരുമ്പലമാരകളാണ് കൂടുതൽ. അതെല്ലാം ക്രമീകരിച്ച് വെച്ചതുകൊണ്ട് നാശനഷ്ടങ്ങൾ. വെളുപ്പിന് 6:50 ഇവിടുത്തെ പ്രീ പ്രൈമറി ടീച്ചറായ മിനിക്ക് എന്നെ വിളിച്ചു പറഞ്ഞു. വിവരം അറിഞ്ഞ ഉടനെ തന്നെ ഞാനിവിടെ എത്തുകയും ഷോർട്ട് സർക്യൂട്ട് മൂലമാണ്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.